മസാല കറിവേണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ക്രീമി പാസ്ത, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. റെസിപ്പിയിലേക്ക് പോകാം. ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 2.5 കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി മൂടി വെച്ച് വേവിക്കുക. പാസ്ത വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാം എടുത്ത് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കുക. മുറിയുന്നുണ്ടെങ്കിൽ പാസ്ത വെന്തിട്ടുണ്ട്. ഇതൊരു ട്രൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കാണ്ടിരിക്കാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 4 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഇതേപോലെ ആയാൽ വേറൊരു ബൗളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് അതിൻ്റെ തൊലി ചീന്തിയെടുക്കുക. ഇതുപോലെ ഇത് കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. വേറൊരു പാനിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് ചെറുതായി ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക, കട്ട കെട്ടാതെ. ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ആവുമ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. ഇതുപോലെ മുഴുവൻ പാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടെക്സ്ചറിൽ കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് സ്ലൈസ് ചീസ് ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിവെക്കുക. വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബട്ടർ മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, ഒരു ചെറിയ സബോള ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി സബോള കളർ ചേഞ്ചായി വരുമ്പോൾ 3 കളറുള്ള ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. സ്വീറ്റ് കോണും ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾ കുക്കാവേണ്ട ആവശ്യമില്ല. അതിലേക്ക് അരച്ച് വെച്ച ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് ഇതേപോലെ പതച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ചിക്കൻ ഉപ്പിട്ട് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ടെക്സ്ചറിലേക്ക് ആവുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പാസ്തയിൽ സോസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.